അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു തക്കാളിക്കറിയുടെയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തക്കാളിക്കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു തക്കാളിക്കറി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, കറിവേപ്പില, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ വേണം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മുഴുവൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മളിപ്പോൾ ചേർക്കില്ല, ലാസ്റ്റിൽ ചേർക്കുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കറി കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 100 ml വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിക്കറി നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കറി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതുവരെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരു സെർവിങ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ തക്കാളിക്കറി ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിന് മേലെ ഞാൻ കുറച്ച് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈസി ആയിട്ടുള്ള തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തക്കാളിക്കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.